വരുന്ന ആഴ്ച ഈ പുഴയും കടന്നെന്ന സീരിയലിൽ നമ്മുടെ കാവേരിയും കുടുംബവും നരേൻ്റെ വീട്ടിൽ ഔട്ട് ഹൗസിൽ താമസത്തിന് എത്തുകയാണ്. ആ ഔട്ട് ഹൗസിൽ മുൻപ് താമസിച്ചിരുന്നത് നരേൻ്റെ കാമുകിയും കുടുംബവുമാണ്. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ ആ കുടുംബത്തെയും അവളുടെ കാമുകിയും അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ആ തിരോധാനത്തിൻ്റെ പിന്നിൽ എന്താണെന്നൊക്കെ കുറച്ച് സംശയങ്ങളിലാണ് നരേൻ്റെ കുടുംബം. അങ്ങനെ അപ്പോൾ അതേ സമയത്താണ് നമ്മുടെ കാവേരിയും കുടുംബവും ഇനി ഈ വീട്ടിലോട്ട് താമസത്തിന് വേണ്ടി വരുന്നത്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കാവേരിയെ നരേൻ്റെ മുത്തശ്ശി കാണുന്നത്. അപ്പോൾ കാണുന്ന സമയത്ത് ശാരദയോട് പറയുന്നുണ്ട്, നല്ല ഐശ്വര്യമുള്ള മകളാണ് ശാരദ, ഇങ്ങനത്തെ ഒരു മകളെ ആണ് എൻ്റെ നരേന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ കുട്ടിയെ എനിക്ക് തരുമോ എന്നൊക്കെ തമാശ എന്നോളം ശാരദയുടെ അടുത്ത് നരേൻ്റെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട് ഹൗസിലോട്ടാണ് ഇവർ താമസിക്കാൻ വരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം നരേൻ്റെ മുത്തശ്ശൻ ശാരദയോട്, അതുപോലെ തന്നെ ശാരദയോടല്ല, നരേൻ്റെ മുത്തശ്ശിയോടും മകളോടും ഗായത്രിയോടും പറയുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ ഔട്ട് ഹൗസ് ഇനി തുറക്കരുതെന്നാണ് വാസ്തുപ്രകാരം ജ്യോത്സ്യൻ പറഞ്ഞത്. ആ വീട് തുറന്നു കഴിഞ്ഞാൽ അതിൽ അത്രയും മരണദോഷം വരെ അതിലുണ്ടെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുറക്കേണ്ട കാര്യം ഒന്നും കൂടി ആലോചിക്കണം എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗായത്രിക്കും മുത്തശ്ശിക്കും നല്ല ഭയമാകുന്നുണ്ട്. ഇനി ഇതൊക്കെ, അതായത് കാവേരിയും കുടുംബവും എവിടെയാണെന്ന് താമസിക്കുന്നതെന്ന് അറിഞ്ഞ ജയപാലൻ നരേനെ വിളിക്കുകയാണ്. നരേനെ വിളിച്ചിട്ട് നരേനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നിൻ്റെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുള്ള ആ പുതിയ പെൺപിള്ളേരെയൊക്കെ അവിടെ നിന്ന് ഇറക്കിയില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞിട്ട് നരേനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നരേൻ നല്ല മറുപടി പറയുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ ജയപാല എന്ന് പറഞ്ഞ് അവൻ ജയപാലനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇത്രയുമാണ് അടുത്ത ആഴ്ചത്തെ മെയിൻ എപ്പിസോഡ് ഹൈലൈറ്റ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിലെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.